ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ആദ്യം ശ്രീ പി കെ ഗോപൻ, ടെൻഡർ ഇല്ലാതെ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ഇല്ലാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉപസ്ഥാപനമായ IIICക്ക് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാർ കൊടുത്തിട്ടുള്ളത്. അവർ സമർപ്പിച്ചിട്ടുള്ള ബില്ലുകളിൽ ഓഡിറ്റർമാർക്ക് സംശയമുണ്ട് താനും. അപ്പോ ഇത് തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു എന്ന് തന്നെ വ്യക്തമല്ലേ? അത് ഉത്തരം പറ. അത് ശ്രീ അഭിലാഷ് മോഹൻ, ഇങ്ങനെ ഒരു പ്രശ്നത്തെ ചുരുക്കി കാണേണ്ടതുണ്ടോ? അത്ര ലാഘവത്തോടുകൂടി അതിന് പ്രതികരിക്കേണ്ടതുണ്ടോ? ഒരു മാറ്റവും ഇല്ലല്ലോ. ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെടുത്തി അവരാവിഷ്കരിച്ച ഒരു പുതിയ സംവിധാനമാണ്. എന്നിട്ട് അത് നമ്മളൊക്കെ നേരത്തെ പല ഘട്ടത്തിൽ ചർച്ച ചെയ്തതുപോലെ ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകണം. ഇന്ത്യയെ സംബന്ധിച്ച് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും അയ്യപ്പ വിശ്വാസികൾ വന്നു പോകുന്ന ഒരിടം കൂടിയാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ അവിടെ വിശ്വാസികളുടെ വർഷങ്ങളായുള്ള അഭ്യർത്ഥന, പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഇതെല്ലാം കൂടി ക്രോഡീകരിക്കുന്നതിന് അയ്യപ്പ വിശ്വാസികളുടെയും ടെക്നീഷ്യന്മാരുടെയും അതുപോലെ ആ മണ്ഡലത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ കഴിയാവുന്ന വിദഗ്ധരുടെയും ഒരു മീറ്റിംഗാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്. ആ പരിപാടിക്ക് സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് കണ്ടെത്തിയ ഒരു മാർഗം. തുടക്കത്തിലുള്ള പ്രശ്നം ബിഡിംഗ് ഇല്ലാതെ എങ്ങനെയാണ് ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കമ്പനിക്ക് കൊടുക്കുക എന്ന ഒന്നാമത്തെ പ്രശ്നം. സബ് കോൺട്രാക്ട് കിട്ടിയ ആളുകൾ നൽകിയ ഇതൊരു നടത്തു പോണ മാതിരില്ല. ഹെഡ് വൈസ് ബില്ലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കൂടിയ കണക്കുകളുള്ള ബിൽ ഈ കമ്പനി, ഈ സ്ഥാപനം നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്. ആ ബില്ലൊക്കെ പേ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് എന്താ പറഞ്ഞത്? ബോർഡിന്റെ ഒരു തുക പോലും എടുക്കില്ല, മറിച്ച് സ്പോൺസർഷിപ്പിലൂടെയാണ് ഇതിന് വേണ്ട മുഴുവൻ തുകയും കണ്ടെത്തുക എന്ന്. എന്നിട്ട് സ്പോൺസർഷിപ്പിലൂടെ എത്ര തുക കണ്ടെത്തി? ആരാണ് സ്പോൺസർമാർ? ആകെ 2 സ്പോൺസർമാരെ ഇപ്പോൾ ഉള്ളൂ. അത് ഒന്ന് കേരള ബാങ്കാണ്, 2 ധനലക്ഷ്മി ബാങ്കാണ്. ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിലാണ്. രണ്ടാമത്തത് CPM-മായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഫണ്ട് തരേണ്ട, സംഭാവന തരേണ്ട ബാധ്യതയുള്ള കേരള ബാങ്കും. അല്ലാതെ വേറെ എവിടെ സ്പോൺസർ? ഒരു പണം പോലും ബോർഡിന്റെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ സ്പോൺസർഷിപ്പ് തുക? ശബരിമലയിലെ വരുമാനം എന്നുള്ളത് മഹാഭൂരിപക്ഷവും അയ്യപ്പ ഭക്തർ നൽകുന്നതാണ്. രണ്ടാമത്തെ വരുമാനം കേരള സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പ്രത്യേക പദ്ധതി പ്രകാരമുള്ള തുകയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. പറയൂ. ഈ 2 വരുമാനമാണ് പ്രധാനമായിട്ട് അവിടെ വരുന്നത്. അപ്പൊ ശബരിമലയിലെ വികാസ പരിണാമങ്ങൾക്ക് വേണ്ടി, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ വേണ്ടി അവിടെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിനുള്ള തുകയും ഭക്തർ സംഭാവനയായിട്ട് നൽകുക. അതിനാണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം, ഇത് ബിഡില്ലാതെ എങ്ങനെ കൊടുത്തു? നിയമപരമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ബിഡ് വേണ്ട, പരിഷ്കൃതമായതാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് ബിഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്, അത് ലീഗലിയാണ്, ബിഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അത് കിട്ടിയത്. അവരത് ഭംഗിയായിട്ട് അതിനുശേഷമുള്ള കോലുവെക്കുന്ന എല്ലാ പദ്ധതിക്കും ഊരാളുങ്കലാണ്. അതിപ്പോ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി ആവട്ടെ, ഇവന്റ് മാനേജ്മെന്റ് പദ്ധതി ആവട്ടെ, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പദ്ധതി ആവട്ടെ, എല്ലാം ഊരാളുങ്കലാണ്. അവർക്ക് ബിഡ് ചെയ്യാതെ തന്നെ കൊടുക്കാം എന്ന ന്യായമുണ്ട് എന്ന് പറയുന്നു. അത് ഒന്നാമത്തെ വശം. ശരി, ഇനിയിപ്പോ ഈ തരത്തിൽ ബിഡ് ഇല്ലാതെ ഇതിന്റെ വർക്ക് കിട്ടിയിട്ടുള്ള കമ്പനി എക്സ്പെൻസ് പെരുപ്പിച്ച് കാണിക്കാൻ പാടുണ്ടോ? ബില്ലുകളിൽ കൂടിയ തുക എഴുതാൻ പാടുണ്ടോ? എന്നിട്ട് ഇനിയിപ്പോ ആ പണം ആര് കൊടുക്കണം? അല്ല, ഒന്നാമത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ബിഡ് വേണ്ട. രണ്ടാമത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്തും നടത്തി കേരളീയ സമൂഹത്തിന്റെയും ഭാരതീയ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും മുമ്പിൽ അവർ അവരുടെ സുതാര്യതയും സത്യസന്ധതയും ശേഷിയും അവരുടെ ടെക്നിക്കൽ പെർഫെക്ഷനും എല്ലാം തെളിയിച്ച ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സൊസൈറ്റിയെ
ഇരുട്ടിൽ നിർത്തുന്നത് ഒരു ശരിയായ ആക്ഷേപമോ ആരോപണമോ അല്ല. എന്തോ എങ്ങനെ അവർക്ക് ഈ 4 കോടിയുടെ 3 കോടിയുടെ അല്ല 1000-1500 കോടി രൂപയുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. കേരളീയർക്ക് അത് ഇപ്പൊ തന്നെ പരിചയപ്പെട്ടു. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പല ഊരാളുങ്കലിന്റെ ചരിത്രം പറയാനല്ലോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അവര് കൃത്യമായിട്ട് അതിന്റെ മാസങ്ങൾ ഊരാളുങ്കലിന്റെ വാഗ്ഭടാനന്ദന്റെ കാലം മുതലുള്ള ചരിത്രം അങ്ങ് പറഞ്ഞു. ഇപ്പോ ഈ ബില്ലുകൾ ദേവസ്വം ബോർഡ് കൊടുക്കേണ്ട ബില്ലുകൾ ഉണ്ടല്ലോ, മെയിൻ കോൺട്രാക്ട് നേടിയിട്ടുള്ള IIIC, അതായത് ഊരാളുകളുടെ ഉപകമ്പനി, എമൗണ്ട് ഇൻ ആക്ച്വൽസ്, എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ബില്ല് കൊടുത്തിരിക്കുന്നത് കോർഡിനേറ്റിംഗ് എക്സ്പെൻസസ് 2 ലക്ഷം രൂപ. അതേ ജോലി ഉപകരാർ കൊടുത്തിരിക്കുന്ന കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് സബ് കോൺട്രാക്ട് നേടിയിട്ടുള്ള കമ്പനിയാണ്. അവരുടെ ബില്ല് പ്രകാരം, അവരുടെ ഈ ഹെഡിൽ നിന്നുള്ള ബില്ല് പ്രകാരം നില്ലാണ്, 0 ആണ്. പോട്ടെ, ലോജിസ്റ്റിക്സ് ആൻഡ് അക്കോമഡേഷൻ, പേഴ്സണൽ 1 ലക്ഷം രൂപയാണ് ഈ ഹെഡുകളിൽ നിന്നുള്ള ബില്ല് അനുസരിച്ച് സബ് കോൺട്രാക്ട് കിട്ടിയ കമ്പനി പറയുന്നത്. നോക്കൂ, ഊരാളുങ്കൽ കൊടുത്തിരിക്കുന്ന, അതായത് നമ്മൾ പേ ചെയ്യേണ്ട, ദേവസ്വം ബോർഡ് പേ ചെയ്യേണ്ട ബില്ല് എത്രയാണ്? ബില്ലിന്റെ ആക്ച്വൽ എമൗണ്ട് 2,33,224 ഇനി പോട്ടെ, ഡെയിലി ഫുഡ് അലവൻസ്, പാർട്ട് ഡേയിൽ പെടുന്ന ഡെയിലി ഫുഡ് അലവൻസ് ഈ ഉപകരാർ കിട്ടിയ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള ചെലവ് എന്ന് പറയുന്നത് 5,939 രൂപയാണ്. ഫുഡ് ബാറ്റ 5,939 രൂപയാണ് യഥാർത്ഥത്തിൽ സബ് കോൺട്രാക്ട് കിട്ടിയ കമ്പനിയുടെ കണക്കനുസരിച്ച്. ഇവർ ക്ലെയിം ചെയ്യുന്ന ബില്ല് എത്രയാണ്? ആക്ച്വൽ ബില്ലിൽ ക്ലെയിം ചെയ്യുന്നത് എത്ര തുകയാണ്? 73,780 രൂപ. ഇതൊക്കെ ഓഡിറ്റർമാർ കണ്ടെത്തിയ കാര്യമാണ്. ഊരാളുങ്കലിന് വലിയ ചരിത്രമുണ്ട്, വാഗ്ഭടാനൻ തുടങ്ങിയതാണ്, വലിയ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അതുകൊണ്ട് അവരുടെ ഉപകമ്പനി എന്ത് ബില്ല് എഴുതി തന്നാലും അത് പേ ചെയ്യണം എന്നാണോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അങ്ങ് ഇത്ര ആവേശം കാണിക്കണ്ട. കാര്യം ആവേശമല്ല, കാര്യം ദേവസ്വം ബോർഡ് അല്ല, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക ഉത്തരം പറയാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം അഭിലാഷിന് സാധാരണ ഇല്ലല്ലോ. നിങ്ങൾക്ക് ചോദ്യം മാത്രമായിട്ടേ അങ്ങനെ ഒരു ചർച്ച നടത്തുന്ന ആളല്ലല്ലോ അഭിലാഷ്. നിങ്ങൾ ഇത് ആവിഷ്കരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത്, ഒരു ചോദ്യം 10 ചോദ്യം ചോദിച്ചാൽ ഒരെണ്ണത്തിന് മറുപടി പറയാൻ സമ്മതിക്കും. എന്നിട്ട് നമുക്ക് രണ്ടാമത്തേലേക്ക് കിടക്കാം. ചോദ്യം 10 എണ്ണോ ഉത്തരം ഒരെണ്ണം പോലും വേണ്ട എന്നുള്ള സ്ഥിതി ഉണ്ടാവില്ല. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ പറയുന്നത് 17-ാം തീയതി ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാർ ഇവരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എന്തിനാ? ഇതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി. ഭയങ്കരം തന്നെ. എല്ലാം ഒരു തുടർച്ചയാണ്. ഭരണം എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ ഭാഗമായി നിലവിലുള്ള ദേവസ്വം ബോർഡിനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ഭംഗിയായിട്ട് നിർവഹിക്കട്ടെ. 17-ാം തീയതി ആ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. അല്ലാതെ ഒരു സ്ഥാപനത്തെ അടച്ചാക്ഷേപിച്ച് ഇപ്പോ ശബരിമലയിലെ ഈ വിഷയം ഇതിനകത്ത് കൊണ്ട് തളയ്ക്കാൻ പറ്റില്ല. കാരണം 2014, 2017 സംഭവങ്ങൾ അല്ല, അതൊരു വേറെ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ചു അങ്ങനെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 2019 ശേഷം കൊണ്ടുപോയ അവിടെ നടന്ന സ്വർണത്തിന്റെ 10 ഇരട്ടി അതിന് മുമ്പ് അവിടെ നടന്നിരിക്കുകയാണ്. നടന്നിരിക്കുകയാണ്. അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ സംഗമത്തെ നിങ്ങൾ ഉപയോഗിക്കണ്ട. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിട്ട് ആഗോള ഉഡായിപ്പ് സംഗമം നടത്തിയോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഇനിയും ഒരുപാട് ശബരിമലയിൽ നടന്ന വലിയ കൊള്ള മറച്ചു വെക്കാൻ ഇതെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.